കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത്. അതുവരെയുള്ള വേദഭാഗം നാം ഓരോ ദിവസവും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇങ്ങനെയുള്ളവർ കള്ളയപ്പസ്തോലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഇങ്ങനെയുള്ളവർ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളവരാണ് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാഥമികമായിട്ടും 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ ഇങ്ങനെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നതെയും വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുകയും വേറൊരു സുവിശേഷവും പ്രസംഗിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പ്രാഥമികമായിട്ടും ഇത് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രവുമല്ല, പൗലോസ് അപ്പസ്തോലൻ്റെ അപ്പസ്തോലത്വത്തെയും ശുശ്രൂഷയെയും സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നതായിട്ടുള്ള കാര്യമാണ് തുടർന്നുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അപ്പോൾ ഇതെല്ലാം പൗലോസ് അപ്പസ്തോലൻ ഇവിടെ പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ കള്ളയപ്പസ്തോലന്മാരാണ്. അതായത് മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റൊരു ആത്മാവിനെ പ്രസംഗിക്കുന്നു, മറ്റൊരു സുവിശേഷത്തെ പ്രസംഗിക്കുന്നു. അതുപോലെ തന്നെ പൗലോസ് അപ്പസ്തോലന് ലഭിച്ചതായിട്ടുള്ള വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയതായിട്ടുള്ള സുവിശേഷത്തിന് വിരോധമായും പൗലോസ് അപ്പസ്തോലൻ്റെ ജീവിത സാക്ഷ്യത്തിന് വിരോധമായിട്ടും പറയുന്നതായിട്ടുള്ള ആളുകളെല്ലാവരും അവർ കള്ളയപ്പസ്തോലന്മാരാണ്, കപടവേലക്കാരാണ്, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, എല്ലാ ആളുകളും ഈ നിലയിൽ മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇതേ വാക്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ഈ വചനം എടുത്തുകൊണ്ടാണ് അവർ ആക്ഷേപിക്കുന്നതിനോ അതല്ല എങ്കിൽ അവരെ തള്ളിപ്പറയുന്നതിനോ ഉപയോഗിക്കുന്നത്. അതായത് ഈ കള്ളയപ്പസ്തോലന്മാർ പോലും ശരിയായി വചനം പഠിപ്പിക്കുന്നവരെ ഉദ്ദേശിച്ച് ഇതേ വാക്യങ്ങൾ എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് നമുക്കിന്ന് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇവിടെ കള്ളയപ്പസ്തോലന്മാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പൊതുവായിട്ടുള്ളൊരു പ്രയോഗമാണ്. ഇപ്പോൾ 12 അപ്പസ്തോലന്മാരെക്കുറിച്ചോ പൗലോസിനെക്കുറിച്ചോ അല്ല ഇവിടെ കള്ളയപ്പസ്തോലന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഭാസ്ഥാപനത്തിൽ വ്യാപൃതരായിരിക്കുന്ന സുവിശേഷവുമായി നടക്കുന്നതായിട്ടുള്ള ആളുകളെ പൊതുവിൽ അപ്പസ്തോലന്മാർ എന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്, അത്രമാത്രമേ ഉള്ളൂ. എന്നാൽ അടിസ്ഥാന അപ്പസ്തോലത്വം എന്ന് പറയുന്നത് വ്യത്യാസമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇന്ന് അപ്പസ്തോലന്മാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചില സഭകളിലൊക്കെ വളരെ ശക്തിയേറിയ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പസ്തോലൻ എന്ന് പറയുന്നതായാലൊരു സ്ഥാനം ഇന്ന് യഥാർത്ഥത്തിലില്ല. എന്നാൽ അപ്പസ്തോലിക ശുശ്രൂഷ ഉണ്ട്. എന്നാൽ അതൊരു അധികാരമോ സ്ഥാനമോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കള്ളയപ്പസ്തോലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവർ, ഇത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവിടെ ഇങ്ങനെ വേറൊരു സുവിശേഷവുമായിട്ടും വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിച്ചും വരുന്നതായിട്ടുള്ള ആളുകൾ, അവർ അങ്ങനെ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നു. അതിൽ ഒരു അതിശയവുമില്ല. കാരണം പിശാച് പോലും ഒരു വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. പിശാച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ അതിക്രമങ്ങളുടെയും ദോഷത്തിൻ്റെയും ഉറവിടവും അതിൻ്റെ രാജാവുമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു വേഷം ധരിക്കാമെങ്കിൽ, ഒരു വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കാമെങ്കിൽ, ഈ പറഞ്ഞതുപോലെയുള്ള ആളുകൾക്ക് ഭക്തിയുടെ വേഷം ധരിക്കാൻ, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ വേലക്കാരുടെ വേഷം ധരിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്നാണ്. നമുക്കറിയാം, ഈ കള്ളയപ്പസ്തോലന്മാരും കപടവേലക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നതുമായിട്ടുള്ള ആളുകൾ അവരെന്താണ് യഥാർത്ഥത്തിൽ വന്ന് സഭകളിൽ
പ്രസംഗിക്കുന്നത് എന്നുള്ളത്, ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സുവിശേഷമല്ല, അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, ബൈബിളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള ഒരു ക്രിസ്തുവിനെയല്ല അവർ പ്രസംഗിക്കുന്നത്. അത് ഇന്ന് ലോകത്ത് വളരെ വ്യാപകമാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ തെറ്റായിട്ടുള്ള ആത്മാവിനെയും ഉപദേശത്തെയും സുവിശേഷത്തെയും കൊണ്ടുവരുന്നത് സഭയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല, മറിച്ച് സഭയിലെ ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ ഇടയന്മാർ അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളിലൂടെയാണ്. അത് നമ്മൾ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, പൗലോസ് അപ്പസ്തോലൻ എഫെസോസിലെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടു പോകുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെടും എന്നാണ്. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും വരുമെന്നുള്ളതല്ല. അവിടെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അവിടെ മൂപ്പന്മാരോടാണ് പൗലോസ് അപ്പോസ്തലൻ അത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ മൂപ്പന്മാരിൽ നിന്ന് അങ്ങനെയുള്ള ആളുകൾ പുറപ്പെട്ടു വരും എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സഭയുടെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ അവർ സത്യവചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം എന്ന് അവരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും തീത്തോസിന് എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സത്യവചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. പലപ്പോഴും ഒരു സഭാ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കാര്യത്തെ അത് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവരാജ്യത്തെ അല്ലെങ്കിൽ ദൈവസഭയെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ളതിനപ്പുറം ആ ശുശ്രൂഷ സ്വയം പുകഴുവാനും സ്വയം ആളാകുവാനും അധികാരം നടത്തുവാനും സ്ഥാപിക്കുവാനും പേരും പ്രശസ്തിയും ധനവും സമ്പാദിക്കുവാനുമുള്ള ഒരു മാർഗമായിട്ട് ആളുകൾ സ്വീകരിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത്തരം സഭാ ശുശ്രൂഷന്മാരുടെ ഇടയിൽ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇടവരുന്നത്. കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നമ്മളത് ഈ അധ്യായം തുടങ്ങിയപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അതുപോലെ ഈ തരത്തിലുള്ള കള്ളയപ്പസ്തോലന്മാർ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുകയും വചനം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ വളരെ ഉപായത്താലാണ്, വളരെ അവരും ദൈവവചനമാണല്ലോ പ്രസംഗിക്കുന്നത്. അത് നമുക്കറിയാം. ബൈബിൾ എടുത്തുകൊണ്ട് തന്നെയാണ്, ദൈവത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർ വളരെ ഉപായത്താലാണ് ആളുകളെ തെറ്റിച്ചു കളയുന്നത്. എങ്ങനെ സർപ്പം ഹവ്വായെ വളരെ മോഹങ്ങൾ നൽകി, വാഗ്ദത്തങ്ങൾ നൽകി, ദൈവവചന വിരുദ്ധമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ നൽകി ഉപായത്താൽ വഞ്ചിച്ചുവോ, അതേ ഒരു പരിപാടിയാണ് ഈ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ഒരുപക്ഷെ സഭാ പ്രവർത്തകരെന്നോ നേതൃത്വങ്ങളെന്നോ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെന്നോ സുവിശേഷകന്മാരെന്നോ ഒക്കെ പറയുന്നതായിട്ടുള്ള ആളുകൾ അവർ വളരെ ഉപായത്താലാണ് ദൈവസഭയെ തെറ്റിച്ച് കളയുന്നത് എന്നുള്ളത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ സഭയെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളതായ ഒരു കാര്യമാണ് നടക്കുന്നത്. ഒരാൾ തങ്ങളുടെ പിന്നാലെ വിശ്വാസികളെ വലിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അവർക്ക് സ്ഥാനവും മാനവും അതുപോലെ തന്നെ പ്രശംസയും അധികാരവും ധനവും ഒക്കെ വേണം എന്ന് വരുമ്പോഴാണ് തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഫലമായിട്ട് ആളുകൾ അവരുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുകയും അവർ ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ അടുത്തു വരികയുമാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിനോടുള്ള അടുപ്പവും ബന്ധവും അനുസരണവും വർദ്ധിക്കുന്നതിന് പകരം അത് വ്യക്തികളോടുള്ള ആരാധനയും അനുസരണവും ആണ് ഒരു വ്യക്തിയിൽ ഉളവാകുന്നതെങ്കിൽ ആ പ്രവർത്തനം ഒരിക്കലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമല്ല, ഒരു ആത്മീയ ശുശ്രൂഷകൻ്റെ പ്രവർത്തനവുമല്ല. നമുക്കറിയാം, ലോകത്ത് ധാരാളം സഭകൾ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആരുടെയും പേര് എടുത്ത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില വ്യക്തികൾ അവരുടെ ചില ഉപദേശ സംഹിതകൾ ഉണ്ടാക്കി അവരുടെ പിന്നാലെ കൂടുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ അവരെ സൃഷ്ടിച്ചെടുക്കുകയും
അങ്ങനെ അവർ ഒരു പ്രശസ്തരായി തീരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം ലോകത്ത് പണ്ട് മുതലേ ഉണ്ട്, 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട്. അത് ഇപ്പോൾ ധാരാളമുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ 1-ാം നൂറ്റാണ്ടിൽ ഇന്നത്തേതുപോലെയുള്ള വിവര സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ മിക്കവാറും അത്തരം സ്വാധീനങ്ങളൊക്കെ ചില പ്രദേശങ്ങളിൽ ഒതുങ്ങി നിന്നുവെങ്കിൽ ഇന്ന് തെറ്റായിട്ടുള്ള ഉപദേശത്താൽ ലോകത്തിൻ്റെ ഏത് കോണുകളിലുമുള്ള ആരെയും സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ സത്യത്താലും സ്വാധീനിക്കുവാനായിട്ടുള്ളൊരു വലിയ സാധ്യത ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. സത്യവും അതുപോലെ തന്നെ തെറ്റും വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുകയും അനേകം ആളുകൾക്ക് എപ്പോഴും പ്രിയമായിരിക്കുന്നത് ഈ അർത്ഥസത്യങ്ങളും തെറ്റുകളുമാണ് ആളുകൾക്ക് പലപ്പോഴും പ്രിയമായിരിക്കുന്നത്. അതുകൊണ്ട് സത്യത്തെ കണ്ടെത്തുവാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നതിന് പകരം അല്ലെങ്കിൽ സത്യം വെളിപ്പെടുന്നത് മിക്കവാറും വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ കള്ളയപ്പസ്തോലന്മാരുടെ പ്രത്യേകത തങ്ങളുടെ പിന്നാലെ, അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തങ്ങളുടെ പിന്നാലെ ആളുകളെ വലിച്ചുകൊണ്ട് പോവുക. പ്രിയമുള്ളവരെ, ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഒരിക്കലും ഒരു ദൈവ ഭക്തരുടെ ജീവിതം മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റുന്നതല്ല. നമ്മളോട് നോക്കുവാൻ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതം ഓടുക എന്നുള്ളതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളുടെ നോട്ടം ഏതെങ്കിലും ഒരു വ്യക്തികളിലേക്കോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളിലേക്കോ ആയിപ്പോയാൽ അത് നമ്മുടെ ജീവിതത്തിന് ഒരു തടസ്സമായിട്ടാണ് വരിക, ഒരു നന്മയായിട്ടല്ല വരിക എന്നുള്ളതും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് താനും അപ്പസ്തോലന്മാരും വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഈ 3 പദങ്ങൾ നമുക്ക് കർത്താവും അപ്പസ്തോലന്മാരും സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ ലേഖനങ്ങളിലും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും തെറ്റിക്കരുത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളുമായിട്ടും വരുന്ന ആളുകളെ തിരിച്ചറിയുവാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ മേലാണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തെറ്റിപ്പോകുന്ന ഇപ്പോൾ ഒരു കള്ളപ്രവാചകനെ മനസ്സിലാക്കുവാനായിട്ട് അവരുടെ പ്രവചനം എന്താണ് എന്ന് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, ഇന്ന് പ്രവാചകന്മാരെന്ന് പറഞ്ഞ് സഭകളിലൂടെ കയറി ഇറങ്ങി നടക്കുന്നതായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഈ കൈനോട്ടക്കാരുടെയും അതുപോലെ തന്നെ ലക്ഷണം പറയുന്നവരുടെയും ഒരു ശുശ്രൂഷയാണ് അവർ ഇന്ന് സഭകൾ തോറും ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കാൻ കൽപ്പന ലഭിച്ചതായിട്ടുള്ള നാം ആരും നമ്മളുടെ ഭാവിയെ സംബന്ധിച്ച് അന്വേഷിച്ച് പോകേണ്ടുന്നതായിട്ടുള്ള ആളുകളല്ല. അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവവചനത്തിൽ നമുക്കൊരിക്കലും കാണുവാനായിട്ട് കഴിയുകയില്ല. ഏതെങ്കിലും അപ്പസ്തോലന്മാരോ പ്രവാചകന്മാരോ സഭകളിലൂടെ ചെന്ന് അല്ലെങ്കിൽ വ്യക്തികളുടെ ഭവനങ്ങളിലൂടെ ചെന്ന് അവർക്ക് നാളെ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചകളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ച് പറയുന്നതായിട്ടുള്ളൊരു പരിപാടി ബൈബിളിൽ ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തോ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് അനേക സഭകളിലും അങ്ങനെയുള്ള വലിയൊരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ട് ആളുകൾ ജീവിക്കുന്നത്. എന്ന് മാത്രവുമല്ല, തങ്ങളുടെ ഭാവി അറിയാനായിട്ട് അങ്ങനെ മന്ത്രവാദികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ അടുക്കൽ പോകുന്നതായിട്ടുള്ള ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതായ ഒരു വളരെ ശക്തമായിട്ടുള്ള ഉപദേശവും നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ഭാവി എന്ന് പറയുന്നത് അത് വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭാവി അറിയുക എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. നാം കർത്താവിൽ വസിക്കുകയും അല്ലെങ്കിൽ നമ്മളിൽ കർത്താവ് വസിക്കുകയും അങ്ങനെ ആ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ ആത്മാവാണ് യഥാർത്ഥത്തിൽ ഓരോ അവസ്ഥകളിലൂടെ നടത്തുന്നത്. അത് ഏത് അവസ്ഥയാണെങ്കിലും അത് നമ്മുടെ നന്മയ്ക്കാണ് എന്നുള്ളത് അത് നാം വിശ്വാസത്താൽ അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നാളെ എന്ത് സംഭവിക്കും, എനിക്ക് നാളെ എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത പോലും അടിസ്ഥാനപരമായിട്ട് ക്രിസ്തീയ ജീവിതത്തിന് എതിരാണ്. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള അനുവാദം നമുക്കില്ല. അതിനെക്കുറിച്ച് ആകുലപ്പെടുവാനായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആകുലപ്പെടാനായിട്ടുള്ള അനുവാദം നമുക്കില്ല. അത് ആത്മാവ് നമ്മെ നടത്തുന്ന വഴിയെ നമുക്ക് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും ഒരിക്കലും നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച്
ആലോചിച്ച് ഭാരപ്പെട്ടു പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇന്ന് നമുക്ക് ദൈവം കൽപ്പിച്ചതായിട്ടുള്ള കൽപ്പനകളനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നാളെ നമ്മെ നടത്തുന്നത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ആണ്. അതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതും ആവശ്യമാണ്. കർത്താവിൻ്റെ മുമ്പാകെ ഒരു ജീവിക്കുന്ന യാഗമായി, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെങ്കിൽ പിന്നെ നാളത്തെക്കുറിച്ച് എനിക്കെന്ത് ഭയത്തിനാണ് ആവശ്യമുള്ളത്? യഥാർത്ഥത്തിൽ ഒരു ഭയത്തിനും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെയും കപടവേലക്കാരെയും കള്ളയപ്പസ്തോലന്മാരെയും ഒക്കെ അറിയുക എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ ഒരു ഉത്തരവാദിത്വമായിട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസികൾക്ക് എങ്ങനെ അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ബൈബിളിലുണ്ട്. ഈ ഒരു വേദഭാഗത്തും അതിനെക്കുറിച്ച് നമുക്ക് സൂചന കിട്ടുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഫലത്തിൽ നിന്ന് അവരെ തിരിച്ചറിയാം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവചനമൊക്കെ നടത്തി ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ നിലവാരം, അവർ ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം അവർ പറയുന്നത് പോലുള്ളൊരു ബന്ധമല്ല. അവർ പലപ്പോഴും ഒരുപക്ഷെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, ആത്മാവിനോട് സംസാരിച്ചു എന്നോ, എനിക്ക് സ്വപ്നമുണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ഒരുപക്ഷെ പറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരുടെ ജീവിതം ദൈവവചനത്തിൻ്റെ നിർമ്മലമായിട്ടുള്ള പ്രമാണങ്ങൾക്കനുസരിച്ചാണോ? അവർ ദ്രവ്യാഗ്രഹികളാണോ? അവർ ആളുകളെ ലോകമോഹത്തിലേക്ക് നയിക്കുന്നവരാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് അവരെ കൃത്യമായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നതിന് അവരുടെ ഫലത്തെ നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് നമുക്ക് വചനത്തിൽ കാണാം. അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കുവാനായിട്ട് യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. 2-ാമത്തെ ലേഖനത്തിൽ നമുക്ക് അതിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ തന്നെ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക, അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ എതിർക്രിസ്തുക്കൾ ധാരാളം 1-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതായിട്ടുള്ള അതേ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഈ എതിർക്രിസ്തുക്കൾ എന്ന് പറയുന്നത് അതിലെ ഉപദേഷ്ടാക്കന്മാരാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അവർ ആ നാമം എടുക്കുന്നു, കള്ള അപ്പോസ്തലന്മാരാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. അപ്പോൾ ഒരു സഭയെ വിട്ട് സ്വന്തം മഹത്വത്തിനും സ്വന്തം ലാഭത്തിനും വേണ്ടി അവർ പുറത്തു പോയി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപദേശങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് അവർ വിട്ടുപോകും എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവർ വിട്ടുപോകുക മാത്രമല്ല, ചിലപ്പോൾ ചില ആളുകളുടെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും എന്ന് നമുക്ക് കാണാം. എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. അപ്പോൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച ആളുകൾക്ക് ഇങ്ങനെ വിട്ടുപോകുന്നതായിട്ടുള്ള ആളുകൾ ആരാണ്, അവരുടെ ഉപദേശം എന്താണ് എന്നുള്ളത് അവർക്കറിയുവാനായിട്ട് കഴിയും എന്നാണ്. അപ്പോൾ അഭിഷേകം എന്നുള്ളത് നമ്മുടെ മേലുണ്ടെങ്കിൽ സത്യ ഉപദേശം എന്താണ്, സത്യവചനം എന്താണ്, സത്യമായിട്ടുള്ള ശുശ്രൂഷകന്മാർ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് വീണ്ടും 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ തെറ്റിക്കുന്നവർക്കല്ല യഥാർത്ഥത്തിൽ പൗലോസ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത്. തെറ്റിക്കുന്നവരോട് നിങ്ങൾ തെറ്റിക്കരുതെന്നോ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നോ അല്ല, മറിച്ച് തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ സാധാരണ സഭയിലെ വിശ്വാസികൾക്കാണ് എഴുതുന്നത്, തെറ്റിക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. വീണ്ടും പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പേൻ. കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തെറ്റിക്കുന്ന ആളുകളുടെ പിന്നാലെ ഒരിക്കലും പോകുവാനായിട്ട് നമുക്ക് ഇടവരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അനേക സഭകളിലും നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം, അങ്ങനെ യഥാർത്ഥത്തിലുള്ള ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകളാണോ
അവരുടെ ജീവിതം എന്താണ്, അവരുടെ പ്രവൃത്തി എന്താണ്, അവരുടെ ഫലം എന്താണ് എന്നുള്ളതൊന്നും ഈ സാധാരണ വിശ്വാസികൾക്കൊരു വിഷയമല്ല. മറിച്ച് ഞായറാഴ്ച പോകുവാനായിട്ട്, ആരാധനയ്ക്ക് പോകാനായിട്ടൊരു സ്ഥലം എന്നുള്ള നിലയിൽ മാത്രം സഭാബന്ധത്തെ കാണുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഇന്ന് ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇന്ന് ആളുകൾക്ക് ദൈവവചനമൊന്നുമല്ല വലിയ വിഷയം, മറിച്ച് അതിനപ്പുറം അവരുടെ പാരമ്പര്യങ്ങൾ. നമുക്കറിയാമല്ലോ, എല്ലാ മതങ്ങളിലും എല്ലാ സഭകളിലുമുള്ളവർ കുറച്ച് കാലം കഴിയുമ്പോൾ അവരവരുടേതായിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം അവർക്ക് അവരുടെ പ്രശംസ എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യങ്ങളിലാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബം, ഞങ്ങൾ ആ കുടുംബത്തിൽപ്പെട്ടവരാണ്, ഈ കുടുംബത്തിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഇന്ന സഭയിലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന മതത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ പാരമ്പര്യങ്ങളിലും കുടുംബമഹിമകളിലും പുകഴുകയും അതുമാത്രമാണ് അത്തരം സഭകളിൽ അവർ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ഒരു സഭയിൽ ഒരാൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ക്രിസ്തു ഉയർത്തപ്പെടുന്നുണ്ടോ, ക്രിസ്തുവാണോ സഭയുടെ കേന്ദ്രം, അവിടുത്തെ സഭയുടെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനാണോ, ഏതെങ്കിലും ഒരു മനുഷ്യ കേന്ദ്രീകൃതമാണോ സഭ, അതെയോ ക്രിസ്തു കേന്ദ്രീകൃതമാണോ എന്നുള്ളതാണ്. ഇതുമാത്രമല്ല, സത്യമായിട്ടുള്ള വചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളാണോ, വേറൊരു ക്രിസ്തുവിനെയാണോ അവിടെ പ്രസംഗിക്കുന്നത്, അവിടെ പ്രസംഗിക്കുന്നതായിട്ടുള്ള സുവിശേഷം വേറൊരു സുവിശേഷമാണോ, ഇതൊക്കെ മനസ്സിലാക്കിയാണ് ആളുകൾ ജീവിക്കേണ്ടത്, മുമ്പോട്ട് പോകേണ്ടത്. എന്നാൽ ഈ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും ഈ തെറ്റിക്കുന്നവർ ഉണ്ടെങ്കിലും അത് നമുക്ക് വിഷയമില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള നിലയിലാണ് പൊതുവേ ഉള്ള ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ആയിരിക്കുവാനായിട്ട് പാടില്ല. അത് ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവസഭയെ സ്നേഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ, ആകയാൽ അവൻ്റെ ശുശ്രൂഷകന്മാർ നീതിയിലെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. ഇവിടെയും അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. വളരെ പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം അവർ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവരുടെ അവസാനം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. പ്രിയമുള്ളവരെ, ശരിയായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമേ ശരിയായിട്ടുള്ള ഒരു ജീവിതചര്യയിലേക്ക്, ഒരു പ്രവൃത്തിയിലേക്ക് ആളുകളെ നയിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നാം പഠിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും സത്യത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാമല്ലോ, ഇന്ന് സഭകളിലേക്ക് നോക്കിയാൽ ഏത് സഭകളെടുത്താലും മനുഷ്യരെല്ലാവരും ഒരു വിശ്വാസി എന്നുള്ള നിലയിലുള്ള യാതൊരു ജീവിത വിശുദ്ധിയും കാഴ്ചപ്പാടും ലക്ഷ്യങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് സഭകളിലേക്ക് നോക്കിയാൽ അവർ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ അവരൊന്നായിട്ട് പ്രവർത്തിക്കണം, അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകുവാനായിട്ട് പാടില്ല, അവർക്ക് ഏക മനസ്സും ഏക ഹൃദയവും ഐക്യവും ഒന്ന് തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളായിരിക്കണം എന്നൊക്കെ നമ്മൾ വചനത്തിൽ ധാരാളം കാണുന്നുണ്ട്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണെങ്കിൽ അത് അങ്ങനെ അല്ലാതിരിക്കാനായിട്ട് ഒരിക്കലും കഴിയുകയുമില്ല. എന്നാൽ സഭകളിലേക്ക് നോക്കിയാൽ ഇന്ന് ഭിന്നപക്ഷങ്ങളും പക്ഷഭേദങ്ങളും ദ്രവ്യാഗ്രഹവും അടിയും പിടിയും ദൂഷണവും കലഹവും ഇതൊക്കെയാണ് നമുക്ക് എല്ലായിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു വിശ്വാസമല്ല. ഒരു സഭയിൽ ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു ആവറേജ് പ്രശ്നങ്ങൾ എടുത്താൽ ആ പ്രശ്നങ്ങളോട് കൂടി തന്നെ ആ സഭയിൽ പോകുവാനും സഭാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും അതിൽ സംതൃപ്തി അടയുവാനും ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതിനെ അംഗീകരിക്കുന്നതായിട്ടുള്ളൊരു ക്രിസ്തുവാണ് ആ സഭയുടെ തല എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ അത് ബൈബിളിലെ ക്രിസ്തുവല്ല. ഒരുപക്ഷെ ബൈബിളിലെ ക്രിസ്തുവിന് ഒരിക്കലും അങ്ങനെയൊരു സഭയുടെ തലയായിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തു നമ്മുടെ സഭയുടെ തലയാണ് എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിൽ നിന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ തലയിൽ നിന്നാണ് എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ അവയവങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ ക്രിസ്തു തലയായിട്ടിരിക്കുന്ന ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ നിർദ്ദേശങ്ങളാണ് ആ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും അടുക്കിലേക്ക് പോകേണ്ടത്. അങ്ങനെയാകുമ്പോൾ അവിടെ ഭിന്നതയ്ക്ക് അവിടെ സ്ഥാനമില്ല, പക്ഷഭേദത്തിന് സ്ഥാനമില്ല, സ്നേഹമില്ലായ്മയ്ക്ക് സ്ഥാനമില്ല, വെറുപ്പിന് സ്ഥാനമില്ല, പകയ്ക്ക് സ്ഥാനമില്ല, പിണക്കത്തിന് സ്ഥാനമില്ല, ദ്രവ്യാഗ്രഹത്തിന് സ്ഥാനമില്ല, ഒരു ദുർനിറപ്പിന് സ്ഥാനമില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ഒരു
സഭയിൽ സ്ഥാനമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിനെല്ലാം ഒരു സഭയിൽ ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു, ബൈബിളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതായ കർത്താവായ യേശുക്രിസ്തു അല്ല ആ സഭയുടെ തല, മറിച്ച് നാം ഇതിനു മുമ്പ് ഇതേ അധ്യായത്തിൽ വായിച്ചതുപോലെ വേറൊരു ക്രിസ്തുവാണ്. അതായത് ഈ എല്ലാ തോന്നിവാസങ്ങളും ദുർനടപ്പും എല്ലാം അംഗീകരിക്കുന്നതായിട്ടുള്ള വേറൊരു ക്രിസ്തുവിനാലാണ് ആ സഭ നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ബൈബിളിലെ ക്രിസ്തു അവിടെ പുറത്താണ്. ഇതേ കാര്യം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും അത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ ലൗദിക്യ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നാം വായിച്ചാൽ ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭയിലെ വിശ്വാസികൾ പറയുന്നത്, ഞാൻ ധനവാൻ, അല്ലെങ്കിൽ സഭ പറയുന്നത്, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. അതായത് ഞങ്ങൾ ഒരു നല്ല സഭയാണ്, ഞങ്ങൾക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് പിതാക്കന്മാരായിട്ട് അങ്ങനെ പല ആളുകളുണ്ട്, ഞങ്ങൾ വളരെ ധനവാനാണ്, ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് പോകുന്നു എന്ന് അവർ പറയുമ്പോഴും കർത്താവ് ആ സഭയെക്കുറിച്ച് പറയുന്നത്, നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ് എന്ന് അറിയാതിരിക്കുകയാൽ. അപ്പോൾ യഥാർത്ഥത്തിൽ സഭ അറിയുന്നില്ല, അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾ അറിയുന്നില്ല, അല്ലെങ്കിൽ സഭ മൊത്തമായിട്ട് അറിയുന്നില്ല അവരുടെ ജീർണാവസ്ഥയെക്കുറിച്ച്. അതെങ്ങനെയാണത് അറിയാതിരിക്കുന്നത്? പലപ്പോഴും ഒരു സഭയ്ക്ക് അതിൻ്റെ ജീർണാവസ്ഥയെക്കുറിച്ച് അറിയണമെങ്കിൽ സഭയുടെ തലയായിരിക്കുന്ന കർത്താവിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ അവരെ സ്വീകരിക്കാൻ കഴിയുന്നവരായിരിക്കണം. കർത്താവിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഒരു സഭ മാറിപ്പോകുമ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്ത് എന്നുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, കുഷ്ഠം പിടിച്ചതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ കുഷ്ഠം പിടിച്ച ഭാഗങ്ങളിലൊന്നും സ്പർശന ശേഷി ഉണ്ടായിരിക്കുകയില്ല. അത് മുറിഞ്ഞു പോയാലും വെട്ടിമുറിച്ചാലും പൊള്ളിയാലും ഒന്നും അവർക്കത് മനസ്സിലാകുകയില്ല. എന്തുകൊണ്ടാണത് മനസ്സിലാകാതിരിക്കുന്നത്? തലയുമായിട്ടുള്ള ബന്ധമില്ല എന്നുള്ളത് കൊണ്ടാണ്. നാഡീഞരമ്പുകളൊക്കെ നശിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു സഭയിലെ വിശ്വാസികൾക്ക് അവരുടെ ജീർണാവസ്ഥയെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുകയും അവർ കർത്താവിൻ്റെ വഴിയിൽ നടക്കാതിരിക്കുകയും എന്നാൽ ഞങ്ങൾ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സഭയുടെ തലയായിരിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ ബന്ധം മുറിഞ്ഞു പോയി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെ കർത്താവ് പിന്നീട് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ കർത്താവ് സഭയ്ക്ക് പുറത്താണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ ആ ഒരു കൂട്ടത്തിൻ്റെ തലയല്ല കർത്താവ്. ആ കൂട്ടത്തിനകത്തേക്ക് കർത്താവിന് യാതൊരു പ്രവേശനവുമില്ല. അവരവിടെ ആരാധിക്കുന്ന, അവരവിടെ സ്തുതിക്കുന്ന, അവരവിടെ പറയുന്നതായിട്ടുള്ള കർത്താവ് യേശു മറ്റൊരു ക്രിസ്തുവാണ്. അവിടെ അവർ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള സുവിശേഷം എന്ന് പറയുന്നത് വേറൊരു സുവിശേഷമാണ്. അവരവിടെ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, മറ്റേതോ ആത്മാവാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ധാരാളം ആത്മാക്കളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് സഭയ്ക്ക് പുറത്താണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അപ്പോൾ കർത്താവ് അങ്ങനെ തെറ്റിപ്പോയതായിട്ടുള്ള സഭകളെ സംബന്ധിച്ചും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു കർത്താവാണ്. അവരങ്ങ് നശിച്ച് പോട്ടെ എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് കാത്തിരിക്കുന്നു. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അനേക സന്ദേശങ്ങളും ദൈവവചന സന്ദേശങ്ങളും അങ്ങനെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നതായിട്ടുള്ള മുട്ടലുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിനുള്ള മനസ്സില്ലാതെ ഒരാൾ വന്നാൽ അത് വളരെ കഷ്ടമായിട്ട് ഇരിക്കും. അങ്ങനെ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഇതേ സഭയോട് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഉമിണ്ണുകളയുക എന്ന് പറഞ്ഞാൽ തുപ്പിക്കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കർത്താവിൻ്റെ വായിലാണ് ഇരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ സംരക്ഷണം അങ്ങനെയുള്ളൊരു സഭയ്ക്കൊരു പരിധിവരെ ഉണ്ട്. എന്നാൽ ആ സംരക്ഷണം എല്ലാ കാലത്തേക്കും ആ സഭയെ സംബന്ധിച്ച് വെച്ചുകൊണ്ടിരിക്കുകയില്ല. മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ ധാരാളം അനേക മനുഷ്യരിലൂടെ ദൈവം നൽകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന്, അല്ലെങ്കിൽ സഭയുടെ വാതിൽ തുറന്ന് കർത്താവിന് പ്രവേശനം സഭയിലേക്ക് കൊടുക്കുന്നില്ല എങ്കിൽ, അതായത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് തലയിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിച്ച് മാനസാന്തരപ്പെടാനായിട്ടൊരു സഭ തീരുമാനിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത്
എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും. അതായത് ആ സഭയെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, സഭാജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് അനേകർക്കും വെറും ഒരു തമാശും അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലുമുള്ള അവരുടെ ജീവിത രീതികളിൽ അവരവലംബിക്കുന്നതായിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകളായിട്ടാണ് കാണുന്നത്. എന്നാൽ സഭാജീവിതം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയതയെയും ആത്മീയ ജീവിതത്തെയും കർത്താവിനെയും സഭയെയും ഒന്നും നമുക്ക് നിസ്സാരമായിട്ട് എടുക്കുവാനായിട്ട് കഴിയില്ല, പാടുമില്ല എന്നുള്ളത് ഒരു സത്യമാണ്. തലയിൽ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു ഒരു സഭയുടെ തലയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായിരിക്കുന്നുവെങ്കിൽ ആ തലയിൽ നിന്ന് നാം സന്ദേശങ്ങൾ സ്വീകരിച്ച് ആ സന്ദേശങ്ങൾക്കനുസരിച്ച് നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. സർവ്വശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഈ കാര്യത്തിൽ ബോധം നൽകി സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.